നമ്മുടെ ശരീരവും മനസ്സും വളരെ ഹെൽത്തി ആയിട്ടിരിക്കും. ഉറക്കം മെച്ചപ്പെടുത്താനുള്ള എളുപ്പത്തിലുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും എഴുന്നേൽക്കാനും ശ്രമിക്കുക. അപ്പം ഈ ഒരേ സമയത്ത് ഉറങ്ങാനും എണീക്കാനും എന്ന് പറയുമ്പോൾ നിങ്ങൾ 12 മണിക്ക് കിടക്കുകയും നിങ്ങൾ 7 മണിക്കും എണീക്കാനും അല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ ഏർലിയർ ആയിട്ട് 10, 10:30 ആകുമ്പോൾ നിങ്ങൾ കിടക്കുകയും നേരത്തെ എണീക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഉറങ്ങുന്നതിന് മുൻപ് ഫോൺ ഉപയോഗം 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മാറ്റിവെക്കണം. കാരണം നമ്മൾ ഫോൺ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റേസ് നമ്മുടെ ബ്രെയിനിനെ അത് ഡേ ടൈം ഈ ആക്റ്റീവ് മോഡിൽ തന്നെ നിർത്തും. അപ്പൊ കഴിയുന്നത് 1 മണിക്കൂർ മുമ്പ് നമ്മൾ മൊബൈൽ യൂസ് മാറ്റിവെക്കണം. അല്ലെങ്കിൽ ആ ഏരിയ പോലും വെക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ. ഇനി 5 മിനിറ്റ് ശേഷം ചായ കാപ്പി ഒഴിവാക്കണം. ഈ 5 മണിക്ക് ശേഷം ചായ കാപ്പി ഒഴിവാക്കണം എന്ന് പറയുന്നത് ഹെൽത്തി പേഴ്സന്റെ ആണ്. ഇപ്പൊ ഉറക്കക്കുറവുള്ള ഒരു വ്യക്തിയാണ് എന്റെ അടുത്ത് ഇതേ കംപ്ലൈന്റ് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ കഴിയുന്നത് 3-3:30 മുമ്പ് ചായ കുടിക്കുക. എന്നാലേ രാത്രി നമ്മുടെ സ്ലീപ്പ് ഹോർമോൺസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഉറങ്ങുന്ന മുറി എപ്പോഴും ശാന്തവും ഇരുണ്ടതുമായി സൂക്ഷിക്കുക. അതേപോലെ ഒരു ചെറു തണുപ്പ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. റിലാക്സേഷൻ, ഡീപ് ബ്രീതിങ്, സോഹ മെഡിറ്റേഷൻ, ജെന്റിൽ സ്ട്രെച്ചിങ്, ലൈക്ക് ആക്ടിവേഷൻ തന്നെ സോഹ മെഡിറ്റേഷനും അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ്. പിന്നെ രാത്രി ഹെവി മീൽ അതെന്ന് വെച്ചാൽ ഭയങ്കര ബിരിയാണി അതേപോലെയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ ഉറക്കം തീരെ കുറവായിട്ടുള്ളവർ കഴിയുന്നത് പകൽ ഉറക്കം കഴിയുമെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് നമുക്ക് അവർക്ക് അത്യാവശ്യമായിട്ട് ഉറങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ പവർ നാപ്പ് എന്ന് പറയും. പവർ നാപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്ന് റിലാക്സ് ആക്കാൻ സഹായിക്കുന്നതാണ്. ആയുർവേദ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ബ്രഹ്മി, അശ്വഗന്ധ, നസ്യം, ഹെഡ് മസാജ് ഇതേപോലെയുള്ള പല മാർഗങ്ങളും ഉറക്കം നമുക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഉറക്കത്തിന്റെ കഴിവ് പറഞ്ഞു, എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടുമെന്നൊക്കെ പറഞ്ഞല്ലേ. ഇനി ഏത് വ്യക്തികളാണ് ഡോക്ടറിനെ കാണേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഉറക്കം ഒരു വലിയ പ്രശ്നമായിട്ട് ഡോക്ടറിനെ കാണേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. വളരെ വലിയ കൂർക്കം വരും, നല്ല സ്നോറിങ് ഉണ്ടാവുക, ഉറക്കത്തിൽ ശ്വാസമിട്ട്, പകൽ സമയത്ത് അത്യധികം ഉറക്കം, പെട്ടെന്ന് ഉറങ്ങി വീഴുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരിക, അല്ലെങ്കിൽ മൂന്നാഴ്ചയായിട്ട് തുടർച്ചയായി ഉറക്കമില്ലാത്ത അവസ്ഥ, എന്നുവെച്ചാൽ ഇൻസോമിയ 3 വീക്സ് കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അവരും ഡോക്ടറിനെ കാണേണ്ടതാണ്. ഉറക്കം ഒരു ലക്ഷറി അല്ല, ശരീരവും മനസ്സും സുഖപ്പെടുന്ന ഒരു മരുന്നാണ്. ഉറക്ക പ്രശ്നം തുടർന്നാൽ ശരിയായ പരിശോധനയും ചികിത്സയും അനിവാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.